ഹായ് ഹലോ എല്ലാവർക്കും എം ടി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇതൊരു കുഞ്ഞു വീഡിയോ കേട്ടോ. പിന്നെ ഇന്ന് നാളെ ഞങ്ങൾ നാട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അതിനിന്ന് മോൻ 4 മണിക്ക് വരുമ്പോഴത്തേക്ക് എന്തായാലും തിന്നാൻ വേറെ പ്രത്യേകിച്ചൊന്നും അധികമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. ഇന്നേക്ക് എന്താ പറയുക, മുതിരക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചതിൽ ഒരു പരീക്ഷണം എന്ന് പറയുന്ന പോലെ, എന്താ പറയുക, സുഖിയനില്ലേ നമ്മളുടെ നാട്ടിലെ ചെറുപയർ വെച്ച് വെക്കുന്നത്, അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. മോനൊന്നും കഴിച്ചില്ല അധികം, അവൻ ഒരെണ്ണേ കഴിച്ചിട്ട് പോകും, ടേസ്റ്റ് അത്രയ്ക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടു. അതായത് എനിക്ക് കഴിച്ച് നോക്കിയപ്പോൾ നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റി മാറ്റി ചെയ്യണ്ടേ, അപ്പോഴല്ലേ വഴിക്കൊരു സ്വാരസ്യമാകുള്ളൂ. പിന്നെ എല്ലാം ചെയ്ത് വെച്ചിട്ട് തലേ ദിവസത്തേക്കെല്ലാം പാക്ക് പണിയിട്ട്, അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മ താഴെ വീണിട്ട് കൈ ഒടിഞ്ഞ് ഹെഡ് ഇഞ്ചുറീസ് എന്നൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ നേരിൽ പോയി കണ്ടാലേ അറിയാവുള്ളൂ. പിന്നെ ട്രെയിനിലാണ് കേട്ടോ, ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോവാണ്. മോൻ്റെ ഫസ്റ്റ് ട്രെയിൻ ട്രാവലിംഗ് ആണ് കേട്ടോ. കാറിലും ബസ്സിലൊക്കെയാണ് മുമ്പ് പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ പോയിട്ട് അവിടുന്ന് ബുക്ക് ചെയ്താണ് പോവുക. കാറിലാണെങ്കിൽ നേരെ മധുര വഴി പോവും. ഈ പ്രാവശ്യം അങ്ങനെയാണ്, മധുര വഴിയാണ് പോയത് കേട്ടോ. മധുരയിൽ ചെന്നിട്ട് വേറെ ട്രെയിൻ മാറിയാണ് പോയത്. മോനാണെങ്കിൽ ആദ്യമായിട്ട് ട്രെയിനിൽ പോകുന്നതിൻ്റെ എല്ലാ കുസൃതികളും ഭയങ്കര, അവനെ പിടിച്ച് നിർത്താൻ പറ്റാത്ത വിധത്തിലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് പോയി. തക്കാളിച്ചോറ്, സാമ്പാർ, പിന്നെ ചൂടുവെള്ളം എല്ലാം കരുതിയിട്ടാണ് പോയത്. പിന്നെ ഡ്രസ്സെല്ലാം 2 ദിവസത്തേക്ക്, 3 ദിവസമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് 2 ദിവസമായപ്പോഴേ വന്നിട്ടു. പിന്നെ അമ്മ ചെന്ന് കണ്ടപ്പോഴാണ് അറിയുന്നത്, ഭയങ്കരമായിട്ട്, ഞാൻ കരുതിയതിലും ഭയങ്കരമായിട്ടായിരുന്നു. എന്നാലും നമ്മൾക്കിങ്ങനെ തിരിച്ചു വരണ്ടേ, അവിടെ തന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അമ്മയെ കണ്ടിട്ട് തിരിച്ചു വന്നു. വീട്ടിൽ ചെന്ന് പിന്നെ ഒരുപാടൊന്നും എടുക്കാൻ പറ്റില്ല. അമ്മയുടെ ആ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അധികം അങ്ങോട്ടൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും അതിൽ വേറൊന്നും വിചാരിക്കരുത് കേട്ടോ. പിന്നെ ട്രെയിൻ യാത്രയുടെ ഇതൊക്കെ ഞാൻ എടുത്തു. ഫസ്റ്റ് ട്രെയിനിൽ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ എടുക്കാൻ ഒരു പോലീസ് ബ്രദർ, അവരുടെ ഹസ്ബൻഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്, പിന്നെ വേണ്ട, അവരോട് അനുമതി ഇല്ലാതെ അത് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മഴയും ഒരുമാതിരി അലങ്കോലമായിരുന്നു. അതുകൊണ്ട് വെളിയിലൊന്നും പോയൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അമ്മയെ വിട്ടിട്ട് പോകാനും പറ്റിയില്ല. മൂത്ത ചേച്ചിയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ചേച്ചി വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്, നമ്മൾ എപ്പോഴും അമ്മയുടെ അടുത്ത് ഒരാൾ വേണം. അതുകൊണ്ട് അമ്മയെ നോക്കാനായിട്ട് നിന്നുകൊണ്ട് പിന്നെ അങ്ങോട്ടും പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വീട്ടിൽ ചെന്നിട്ടുള്ള കാര്യമാണിത്. ഓക്കെ, താങ്ക് യു.